തിരുവനന്തപുരം മേയർ കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞ സംഭവത്തിൽ സച്ചിൻ ദേവ് എം.എൽ.എക്കെതിരെ മൊഴി. സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്നാണ് മൊഴി. ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ എം.എൽ.എ ആവശ്യപ്പെട്ടുവെന്ന് മൊഴിയിൽ പറയുന്നു. ബസ്സിലെ യാത്രക്കാരാണ് മൊഴി നൽകിയിരിക്കുന്ന. വിവരണവുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇപ്പോൾ സംഭവത്തിൽ സച്ചിൻ ദേവ് എം.എൽ.എക്കെതിരെ മൊഴി വന്നിരിക്കുന്നു. വിവരങ്ങൾ. ആതിര, കണ്ടോൺമെന്റ് പോലീസ്, അതായത് മേയർക്കും എം.എൽ.എക്കുമെതിരെ ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ എം.എൽ.എ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ കയറിയ എന്ന സാക്ഷിമൊഴി പുറത്തു വന്നിരിക്കുന്നത്. ബസ്സിലെ യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് എം.എൽ.എ ബസ്സിനുള്ളിൽ കയറിയതായും യാത്രക്കാരെ ഇറങ്ങിപ്പോകാൻ പറയുകയും അതുപോലെ തന്നെ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം എന്നതടക്കം പറയുകയും ഒക്കെ ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. എം.എൽ.എ ബസ്സിൽ കയറിയില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ പിന്നീട് എ റഹീമിൻ്റെ, അതായത് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീമാണ് പിന്നീട് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് പറയുന്നത്. അതിനുശേഷമാണ് പിന്നീട്, എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളോ ഒന്നും ഇല്ലായിരുന്നു. അതായത് യാത്രക്കാരിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച യാത്രക്കാരിൽ നിന്ന് ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷം ഇത്തരത്തിൽ ഇവർ ഈ ബസ്സിൽ കയറിയില്ല എന്ന് സ്ഥാപിക്കുകയൊക്കെ ചെയ്തതാണെങ്കിൽ വീണ്ടും സാക്ഷിമൊഴികൾ വന്നിരിക്കുന്നത് എം.എൽ.എക്ക് എതിരായിട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ടോൺമെന്റ് പോലീസാണ് ഇത് കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി സാക്ഷികളെ, ബസ്സിലെ യാത്രക്കാരുടെ മൊഴിയെടുത്തത്. ആ മൊഴിയിലാണ് ഇപ്പോൾ സച്ചിൻ ദേവ് എം.എൽ.എ ബസ്സിൽ കയറിയതായുള്ള വിവരങ്ങൾ വരുന്നത്. മാത്രമല്ല, ഇത് കെ.എസ്.ആർ.ടി.സി ബസ്സിന്റെ രേഖകളിലും എം.എൽ.എ കയറിയതായുണ്ട്. കണ്ടക്ടർ രജിസ്റ്റർ ചെയ്ത ലോഗിലും ഇത് അതായത് സച്ചിൻ ദേവ് എം.എൽ.എ ബസ്സിൽ കയറിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇതിനെ നിഷേധിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ നിൽക്കുന്നത് ഈ സാബല്യം കോംപ്ലക്സിന് മുന്നിലാണ്, തിരുവനന്തപുരം പാളയത്തെ. ഇവിടെ വെച്ചാണ് ഈ കെ.എസ്.ആർ.ടി.സി ബസ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മേയറുടെ വാഹനം വരുന്നത്. ആ വാഹനം വരികയും ഡ്രൈവറെ അധിക്ഷേപിക്കുന്ന തരത്തിൽ മേയറും മേയറുടൊപ്പം ഉണ്ടായിരുന്നവരും വിമർശിക്കുകയും അതുപോലെ ഒരു ഡ്രൈവറെ വാഹനം തടഞ്ഞു നിർത്തി ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിൽ സച്ചിൻ ദേവ് എം.എൽ.എ വാഹനത്തിലേക്ക് കയറുന്നത്. വാഹനത്തിലേക്ക് കയറി ഡ്രൈവറോട് ആക്രോശിക്കുകയും ഈ യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ പറയുകയും വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നെല്ലാം പറയുകയും ഒക്കെ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. ഡ്രൈവർ ഇത് ആദ്യമേ പറഞ്ഞതാണ്. എന്നാൽ അതിന് തെളിവുകളില്ല എന്നായിരുന്നു ഈ എം.എൽ.എയും അതുപോലെ തന്നെ ഭർത്താവും എം.എൽ.എയോടൊപ്പമുള്ളവരെല്ലാം പറയുന്നത്. അതായത് ഇത് ഒരു തെറ്റായ പ്രചരണമാണ് എന്ന് അവർ സ്ഥാപിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ പൊളിയുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എം.എൽ.എ സച്ചിൻ ദേവ് വാഹനത്തിൽ കയറിയതായുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഒരു അന്വേഷണവും യദുവിൻ്റെ കേസിൻ്റെ പുറത്തൊരു അന്വേഷണം നടക്കുന്നത്. നമുക്കറിയാം, ഈ കേസ് രണ്ടുപേരും ഒരേ സമയത്താണ് പരാതി നൽകുന്നത്. എം.എൽ.എക്കെതിരെ, അതായത് യദുവിനെതിരെ യദുവിനെതിരെ മേയർ പരാതി നൽകിയിരുന്നു. എം.എൽ.എക്കും മേയർക്കുമെതിരെ യദുവും പരാതി നൽകിയിരുന്നു. എന്നാൽ യദുവിൻ്റെ പരാതി സ്വീകരിക്കാതിരിക്കുകയും അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് വൈകിപ്പിക്കുകയും മേയറുടെ പരാതിയിൽ അതിവേഗം കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണത്തിലേക്ക് കടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അത് കോടതിയിൽ വരെ എത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് യദുവിൻ്റെ പരാതിയിൽ മേൽ കേസ് എടുക്കുന്നൊരു സാഹചര്യമൊക്കെ വന്നു ചേരുന്നത്. അതേ തുടർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ ബസ്സിലെ യാത്രക്കാരുടെ ഒരു മൊഴിയെടുത്തു. ആ മൊഴിയിലാണ് ഇത്തരത്തിൽ എം.എൽ.എ കെ.എസ്.ആർ.ടി.സി ബസ്സിനുള്ളിൽ കയറിയതായിട്ടുള്ള വിവരങ്ങൾ, ഏറ്റവും പുതിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. മാത്രമല്ല, യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ പറയുകയും വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കണം, വാഹനം കൊണ്ടുപോകണമെന്നടക്കം പറയുകയും ചെയ്തതായിട്ടുള്ള മൊഴികളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. ആതിര. പ്രശാന്ത്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മേയറുടെ വാദങ്ങളെല്ലാം പുറത്താകുന്ന എല്ലാം പൊളിയുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ആകെ നമുക്ക് തെളിവെന്ന് പറയാൻ സാധിക്കുന്നത് ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളാണ്. പക്ഷേ അത് ലഭ്യമായിട്ടുമില്ല. ഇപ്പോൾ ഈ യാത്രക്കാരുടെ ഈ ഒരു മൊഴി അത് മേയർക്ക് കൂടുതൽ പ്രതിരോധമാവുകയല്ലേ? ഒരു കുരുക്ക് മുറുകുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം തന്നെ. തീർച്ചയായും ഇതിൽ ഏക തെളിവ് എന്ന് നമുക്ക് പറയേണ്ടത് ബസ്സിലുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളാണ്. എന്നാൽ അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ ബസ്സിനുള്ളിൽ നിന്ന് CCTVയുടെ മെമ്മറി കാർഡുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടും ആ മെമ്മറി കാർഡ് കണ്ടെത്തുവാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ഇതിൽ പ്രധാന ഒരു തെളിവാണ്, അതായത് മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം.എൽ.എ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ കയറുന്നതും അതുപോലെ തന്നെ ആക്രോശിക്കുന്നതും അടക്കമുള്ള യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നതും അടക്കമുള്ള തെളിവുകളുള്ളത് ഈ മെമ്മറി കാർഡിലാണ്.
ഈ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിലാണ്. എന്നാൽ അത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും അത് കണ്ടെത്തുവാൻ ഇതുവരെ പോലീസ് കഴിഞ്ഞതുമില്ല. ഇവർ, അതായത് സച്ചിൻ ദേവ് MLA അടക്കമുള്ളവർ മറ്റുള്ളവർ ഇതിനെ ന്യായീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് MLA വാഹനത്തിൽ കയറിയില്ല എന്ന രീതിയിൽ ന്യായീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സൈബർ ഇടങ്ങളിൽ പോലും MLA ന്യായീകരിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ പൊളിയുന്നത്. എന്തായാലും MLA-യുടെയും അതുപോലെ തന്നെ മേയറുടെയും ഒക്കെ വാദങ്ങൾ പൊളിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സച്ചിൻ ദേവ് MLA വാഹനത്തിൽ കയറി എന്നതിന് സാക്ഷിമൊഴികൾ വന്നിരിക്കുന്നു. ആ വാഹനത്തിൽ, അതായത് KSRTC ബസ്സിൽ യാത്ര ചെയ്തവരാണ് ഇത്തരത്തിലൊരു സാക്ഷിമൊഴി നൽകിയിരിക്കുന്നത്. വാഹനത്തിൽ കയറി വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കണം എന്നതടക്കം MLA പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. മാത്രമല്ല KSRTC-യുടെ രേഖകളിലടക്കം ഇത് ഈ MLA വാഹനത്തിൽ കയറിയത് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. ശരി, തിരുവനന്തപുരം മേയർ KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ സച്ചിൻ ദേവ് MLA-ക്കെതിരെ മൊഴി. സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്നാണ് മൊഴി വന്നിരിക്കുന്നത്. ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ MLA ആവശ്യപ്പെട്ടുവെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. ബസ്സിലെ യാത്രക്കാരാണ് ഈ മൊഴി നൽകിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കർ മംഗലത്ത്.